ആ എല്ലാവരും ഗെറ്റ് റെഡി ആയിട്ട് നിന്നാ വന്നിട്ട വലിയ ബൂമറിങ് വന്നിട്ടുണ്ട് കേട്ടോ. കേരളത്തിന്റെ ക്യാപ്റ്റൻ എത്തുകയാണ് ഈ ഡിസംബർ 1-ന്. ബൂമറിങ് അറിയുന്നത് ചെയ്ത് കാണിച്ച കഴിഞ്ഞുപോയ 10 വർഷങ്ങൾ ബൂമറിങ് എന്താണെന്നറിയില്ലേ, എറിഞ്ഞത് തിരിച്ചു വരും. എല്ലാ രീതിയിലും നേടിയത് നമ്മുടെ കേരളമാണ്. നമുക്ക് ഒരുപക്ഷെ നാട്ടില് ഉത്സവമോ പൂരമോ വല്ല പള്ളിപ്പറമ്പിലോ പെരുന്നാളോ ഉണ്ടായവരുണ്ടോ എങ്കില് 1,00,000 പേര് കേരളത്തിന് പുറത്ത് പങ്കെടുക്കുന്ന ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ അത് ഓർമ്മ നടത്തുന്ന കേരളോത്സവമാണ് ഈ വരുന്ന ഡിസംബർ 1-2 തീയതികളിൽ ഓർമ്മയുടെ കേരളോത്സവം. ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിന് ദുബായ് ഒരു ജനസാഗരമായി ദിവസം. എന്തൊക്കെയാണ് കേരളോത്സവത്തിന്റെ പ്രത്യേകത? 500 പേര് പങ്കെടുക്കുന്ന ഹിസ്റ്ററി മേക്ക് ചെയ്യുന്ന തിരുവാതിര അരങ്ങേറാൻ പോവാണ്. അതിനപ്പുറത്ത് നമ്മുടെ നാട്ടില് മിസ്സായിട്ടുള്ള ഗോൽക്കളി, ദഫ്മുട്ട്, ഈ കാണുന്ന കുട്ടികളുടെ ഒക്കെ കലാപ്രകടനങ്ങൾ കാണാൻ നിങ്ങൾ നിർബന്ധമായിട്ട് വരണം. നമ്മുടെ കുട്ടികളെല്ലാവരും ഇപ്പൊ തയ്യാറായിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളായി ഊണും പുറക്കില്ലാണ്ട് ക്ലാസ്സൊക്കെ മുടങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വളരെ പ്രതീക്ഷയിലാണ്. നമുക്ക് ഈ കേരളോത്സവം അതിഗംഭീരമാക്കാം. ഡിസംബർ 1-ന് വൈകുന്നേരം 4 മണിക്ക് നമ്മൾ കൊടിയുയർത്തി 2-ാം തീയതി എല്ലാവരും, ഒരുപക്ഷെ കേരളക്കര ഏറ്റവും കൂടുതൽ ആള് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനെത്തുന്നത് GCC-യിൽ നമ്മൾ കണ്ടതാണ്. ഖത്തറിലും കുവൈത്തിലും എന്തിന് നമ്മുടെ അബുദാബിയിൽ വരെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നൽകിയ സ്വീകരണത്തേക്കാൾ മികച്ച സ്വീകരണം അല്ലെങ്കിൽ മികച്ച ജനാവലി ദുബായിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. എല്ലാരും കേട്ടില്ലേ, മാട്ടൂല കാർണിവല് ബീച്ച് മാതിരി ആയി നടത്തിയിട്ട് ഓറ് പൈസ ഉണ്ടാക്കിയിട്ട് വാങ്ങും. അതുകൊണ്ടാ പറയുന്നത്. എല്ലാരും കണ്ടു നിന്നോ. LDFന്റെ അടുത്ത് പൈസയില്ല, എലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പൈസയില്ല. അങ്ങനെ ഇവരെന്താക്കി, തീരുമാനം മറ്റേ അബ്രോഡിലേക്കാക്കി. നാട്ടിൽ ഈ പരിപാടി നടത്താൻ കഴിയില്ല. നാട്ടിൽ ഈ പരിപാടി നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ മനുഷ്യന് ആളില്ലാണ്ട് നടത്തിയ പോലെ പോലീസുകാർ കൈവെക്കും. CM ആന്ന് വിചാരിച്ചിട്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മുൻകൂട്ടിയെല്ലാം ആക്കിയിട്ട് ഓരോ ഇൻഷുറൻസും കൂട്ടി പെൻഷനെല്ലാം കൂട്ടിയിട്ട് നടത്താൻ വേണ്ടിയിട്ട് നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ലല്ലേ. എന്നിട്ട് 3-ാം തീയതി വരാനല്ലേ, 2-ാം തീയതി കേരളക്കാരെ നെട്ടുമെന്നെല്ലാം പറഞ്ഞിട്ട് നെട്ടിച്ചോ എൻ്റെ ആളില്ല പൈസ എല്ലാം വാങ്ങ്. ഇനിയിപ്പോൾ ഇവർ ഫ്രീ ആ വെക്കുന്നത് ഒന്നല്ല, ഒന്നിക്ക് ബക്കറ്റ് വരും, അല്ലെങ്കിൽ എൻട്രി ഫീസ് ഉണ്ടാവും. കണ്ണൂർ വേടൻ സാറിൻ്റെ പരിപാടി വെച്ചിട്ട് അവസാനം 200 റുപ്യക്ക് വലിച്ച് കയറ്റാനാണ് പറഞ്ഞത്. CPM-ആറിൽ കൈയൊഴിഞ്ഞിനി. അഴീക്കോടൻ മന്ദിരം വന്നിട്ട് AC തിയേറ്ററിൽ ഉണ്ടാക്കിയാലോ. LDFന്റെ കറപ്ഷൻ ആരും തിരിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. കണ്ണൂർക്കാർക്ക് മൊത്തം തിരിഞ്ഞിന്. ഇനി കേരളക്കാർക്ക് തിരിയാത്തണെങ്കിൽ തിരിയുമ്പോൾ തിരിയാത്തവൻ തിരിയുമ്പോൾ നിങ്ങളിത് നട്ടം തിരിയുന്നു. അങ്ങനെ നിൽക്കട്ടെ.